എന്തിന് കൃപാസനത്തെ വിളിച്ചു, നിന്നെ മാത്രം എന്തിനു ഉടമ്പടി ഭാഗമാക്കി? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്താ കാര്യം അത്? അതായത് ദൈവത്തിന്റെ വഴിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മില് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന 90% ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. അവരോർക്കണ പ്രവൃത്തിയാണെന്നാണ് ഓർക്കണത്. സാക്ഷ്യം പറഞ്ഞ അവര് ഇങ്ങോട്ടും തട്ടിപ്പോകും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. മനസ്സിലായോ? അതാണ് ഈ സങ്കീർത്തനം 103:7 എന്താ പറയണത്? ദൈവമായ കർത്താവ് തന്റെ പ്രവൃത്തികൾ ഇസ്രായേലിനും വഴികള് മോശയ്ക്ക് വെളിപ്പെടുത്തി. കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശയെ പോലെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകാൻ ഉടമ്പടിയിലൂടെ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണം.